إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ഇസ്ലാമിലെ രണ്ടാമത്തെ സാക്ഷ്യവചനമായ മുഹമ്മദുർ റസൂലുള്ള എന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രാധാന്യവും ഫലങ്ങളും അതുമൂലം ഒരു വിശ്വാസിയിൽ അനിവാര്യമായി ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞുവെച്ചത്. ഈ സാക്ഷ്യത്തിന്റെ സാക്ഷാത്കരണമായി അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് പോലെ പ്രവാചകനിലും വിശ്വസിക്കുക. രണ്ടാമതായി അള്ളാഹുവിനെ അനുസരിക്കുന്നത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുസരിക്കണം. ഇത്രയും കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിനുള്ള അനുസരണമാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകനാകുന്നു മുഹമ്മദ് നബി. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരുത്തൻ മുഹമ്മദ് നബിയെ അനുസരിക്കണം. മുഹമ്മദ് നബിയെ അനുസരിക്കുന്നതിലൂടെ അള്ളാഹുവിനെ ആണ് യഥാർത്ഥത്തിൽ അയാൾ അനുസരിക്കുന്നത്. സൂറത്തുൻ നിസായിലെ 80-ാമത്തെ വചനത്തിൽ മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരെങ്കിലും റസൂലിനെ അനുസരിക്കുന്നുവെങ്കിൽ അവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. അപ്പോ നബിയെ അനുസരിക്കുന്നവനാണ് അള്ളാഹുവിനെ അനുസരിച്ചവൻ. അതിന്റെ അർത്ഥം എന്താ? നബിയെ അനുസരിക്കാൻ ഖുർആൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ സുന്നത്തുകളൊന്നും സ്വീകരിക്കുകയില്ല. അള്ളാഹുവിനെ അനുസരിക്കാം, നബിയെ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനല്ല. നബിയെ അനുസരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അനുസരിച്ചവൻ. ആയത്തിന്റെ നേരെ അർത്ഥം അങ്ങനെ തന്നെയാണ്. നബിയെ ആര് അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഈ കാര്യം പറഞ്ഞതായി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്, എന്നെ അനുസരിച്ചവനാരോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു. ആയത്ത് പറഞ്ഞ അതേ കാര്യം മറ്റൊരു പ്രയോഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നർത്ഥം. അപ്പൊ ഇതുപോലുള്ള ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതേപോലെ നബിയിൽ വിശ്വസിക്കുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും നബിയെ അനുസരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോഴേ അവന്റെ സാക്ഷ്യം പൂർത്തിയാകുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാൽ ഉണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് ഖുർആനിലും ഹദീസിലും വിശദീകരിച്ചിട്ടുണ്ട്. ഏതുപോലെ അള്ളാഹുവിനെ അനുസരിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള യഥാർത്ഥ ഫലവും യഥാർത്ഥ ഇസ്ലാമിലും എത്തിച്ചേരാൻ സാധിക്കുന്നത്. സൂറത്തുൻ നൂറിലെ 54-ാമത്തെ വചനത്തിൽ വൈൻ തുതീഉഹു തഹ്തദൂ, നിങ്ങൾ നബിയെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. അപ്പൊ അതിന്റെ വിപരീതം എന്താ? നബിയെ അനുസരിച്ചിട്ടില്ലെങ്കിൽ അവൻ സന്മാർഗം പ്രാപിക്കാൻ സാധിക്കുകയില്ല. ഇതേ കാര്യം അള്ളാഹുവിനെ അനുസരിച്ചതിനെ കുറിച്ചും നേരത്തെ നമ്മൾ മനസ്സിലാക്കിപ്പോയിട്ടുണ്ട്. അള്ളാഹുവിനെ അനുസരിച്ചവന് സന്മാർഗം ലഭിക്കും. അതേ കാര്യമാണ് ഇവിടെയും പറയുന്നത്. നബിയെ ആര് അനുസരിക്കുന്നുവോ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ തഹ്തദൂ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കും. ഇല്ലെങ്കിൽ അത് കിട്ടൂല. അപ്പൊ ഹിദായത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കേണ്ടതുണ്ട്. ഇനി അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കണം, അതിന് അള്ളാഹുവിനെ അനുസരിച്ചാൽ മാത്രം മതിയോ? പോരാ, നബിയെയും അനുസരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നത്. റഹ്മത്തിൽ ഏറ്റവും വലിയ റഹ്മത്ത് എന്താ? ദുനിയാവിൽ മുസ്ലിമായി ജീവിക്കുക എന്നതാണ് ദുനിയാവിലെ വലിയ റഹ്മത്ത്. പണവും വീടും സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും മുസ്ലിമായി ജീവിക്കാൻ സാധിച്ചാൽ അത് ദുനിയാവിലെ വലിയ റഹ്മത്താണ്. പരലോകത്തെ റഹ്മത്ത് എന്ന് പറയുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നരകത്തിൽ പോകാതെ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നതാണ്. വഅതീഉർ റസൂല, അള്ളാഹു പറഞ്ഞു നിങ്ങൾ പ്രവാചകനെ അനുസരിക്കണം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യപ്പെടുന്നതിനു വേണ്ടി. ആരാ റഹ്മത്ത് ചെയ്യുന്നവൻ? അള്ളാഹു. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആയേക്കാം എന്നല്ല, റഹ്മത്ത് കിട്ടിയേക്കാം എന്നല്ല. അങ്ങനെ മലയാളത്തിൽ നമ്മൾ പരിഭാഷകളിലൊക്കെ അർത്ഥം പറയുന്നത് തെറ്റാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവരായേക്കാം എന്നല്ല, ആകാൻ വേണ്ടി. അപ്പൊ ഇവിടെ എന്താ? നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി പ്രവാചകനെ അനുസരിക്കണം. പ്രവാചകനെ അനുസരിച്ചില്ലെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല. സൂറത്തുൽ അഹ്സാബിൽ 71-ാമത്തെ വചനം വമൻ യുതിഇല്ലാഹ വറസൂല, അള്ളാഹുവിനെയും മതിയാക്കിയില്ല അവന്റെ ദൂതനെയും ആരനുസരിക്കുന്നുവോ യുദ്ഖിൽഹു, അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കുന്നവനെ അള്ളാഹു പ്രവേശിപ്പിക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ ദാലികൽ ഫൗസുൽ അദീം. അടിയിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗത്തിൽ ശാശ്വതരായ നിലക്ക്
അവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതാകുന്നു മഹത്തായ വിജയം. സൂറത്തുൻ നിസ 13-ാമത്തെ ആയത്ത്. അപ്പോ ഈ ഒരു സ്വർഗം ലഭിക്കുകയും സ്വർഗത്തിൽ ശാശ്വതമായി വസിക്കുകയും ചെയ്യുക എന്ന സുഖം, കഴിഞ്ഞ ആയത്ത് പറഞ്ഞ അള്ളാഹുവിന്റെ ആ റഹ്മത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിനനുസരിച്ചാൽ പോരാ, റസൂലിനെയും അനുസരിക്കേണ്ടതുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ഇത് കാണാം. മൻ അത്വാഅനി ദഖലൽ ജന്ന, എന്നെ ആര് അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ എന്താ, നബിയെ അനുസരിക്കാത്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 5 കാര്യം ഇവിടെ പറഞ്ഞു. ഇതൊന്നും വിശദീകരിക്കാൻ സമയമല്ല. വിശദീകരിക്കാതെ തന്നെ നേർക്കുനേരെ അതിന്റെ അർത്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ പ്രവാചകനെയും അനുസരിക്കണം. പ്രവാചകൻ അനുസരിച്ചാൽ മാത്രമേ ഇപ്പറഞ്ഞ കാര്യങ്ങൾ, ഹിദായത്ത്, റഹ്മത്ത്, വിജയം, സ്വർഗം എന്നൊക്കെ പറയുന്നത് ലഭിക്കുകയുള്ളൂ. ഇനി 3-ാമത്തെ കാര്യം, അള്ളാഹുവിൽ വിശ്വസിക്കുക, പ്രവാചകനെ വിശ്വസിക്കുക, പ്രവാചകൻ അനുസരിക്കുക. അതിന്റെ വിപരീതം എന്താ? പ്രവാചകനെ ധിക്കരിക്കാതിരിക്കുക. പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അംഗീകരിച്ച് അതിനെതിരെ പ്രവർത്തിക്കാതെ ജീവിക്കണം. ഇതിപ്പോ നേരത്തെ നമ്മൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. 2 വശങ്ങളും പറയാന്നുള്ളത്. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതോടൊപ്പം അള്ളാഹു അല്ലാത്തവരാരെയും ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. രണ്ടും കൂടി കൂറുമ്പോഴേ തൗഹീദാകുള്ളൂ. അതുപോലെ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല. നബിയെ അനുസരിക്കണം, അതിന്റെ മറുവശം എന്താ? നബിയെ ധിക്കരിക്കാൻ പാടില്ല. ഇതും ഖുർആനിലും ഹദീസിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് മാഇദയിലെ 92-ാമത്തെ വചനത്തിൽ അള്ളാഹുവിനെയും പ്രവാചകനെയും അനുസരിക്കണം എന്നതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ധിക്കരിക്കുന്നതിന് താക്കീത് ചെയ്തത് കൊണ്ട് കാണാം. വഹ്ദറു, നിങ്ങൾ സൂക്ഷിക്കണം, പേടിക്കണം. ഫഇൻ തവല്ലൗ, അള്ളാഹുവിനെ അനുസരിക്കാതെ പ്രവാചകനെ അനുസരിക്കാതെ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞാൽ. അപ്പൊ തവല്ലാന്നാ തിരിഞ്ഞു പോകാന്ന്. അള്ളാഹുവിനെ അനുസരിക്കുന്നില്ല, നബിയെ അനുസരിക്കുന്നില്ല, രണ്ടും അവിടെ പറഞ്ഞിട്ടുണ്ട് മുന്നേ. അപ്പൊ തിരിഞ്ഞു പോവുക എന്നത് രണ്ടിനും ബാധകമാണ്. അള്ളാഹു പറഞ്ഞതും കേൾക്കുന്നില്ല, റസൂല് പറഞ്ഞതും കേൾക്കുന്നില്ല, അതിനെതിരെയാണ് നിങ്ങൾ അതിൽ നിന്ന് തിരിഞ്ഞു പോകുന്നുവെങ്കിൽ ഫഅലമു, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, അന്നമാ അലാ റസൂലിനൽ ബലാഗുൽ മുബീൻ, നമ്മുടെ നബിക്കുള്ള പണി, അള്ളാഹിന്റെ പ്രയോഗം നോക്കണം, നമ്മുടെ റസൂലിന്റെ പണി വ്യക്തമായ പ്രബോധനം മാത്രമാകുന്നു. പറയലേ ഉള്ളൂ, ചെയ്യിപ്പിക്കുന്ന പണി നബിക്കില്ല. നിങ്ങൾക്ക് പറഞ്ഞു തന്നു, സ്വീകരിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. സ്വീകരിക്കാതെ തിരിഞ്ഞു കളയുന്നുവെങ്കിൽ പേടിച്ചോ എന്നാണ്. സൂറത്തുൽ മാഇദ 92-ാമത്തെ ആയത്ത്. സൂറത്തുൽ നൂറിലെ 54-ാമത്തെ ആയത്ത്. നേരത്തെ അതിന്റെ ആദ്യ ഭാഗം നമ്മൾ ഓതി. അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം എന്നിട്ട് പറയാൻ ഫൈൻ തവല്ലൗ, ഇനി നിങ്ങൾ തിരിഞ്ഞു പോയാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും അനുസരിക്കുന്നില്ല, പ്രവാചകനെയും അനുസരിക്കുന്നില്ല. ഇവിടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹിനെ മാത്രം അനുസരിച്ചാൽ മതി, ഖുർആൻ മാത്രം അംഗീകരിച്ചാൽ മതി, ഖുർആൻ മാത്രം വിശ്വസിച്ചാൽ മതി എന്നതല്ല. അവിടെ ഒക്കെ റസൂലിനെയും കൂട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാതെ നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു പോകുന്നുവെങ്കിൽ ഫൈന്നമാ അലൈഹി മാ ഹുമ്മില, നബിയുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. നബിനെ ഏൽപ്പിച്ച പണി എന്താ? അത് മുന്നത്തായത്ത് പറഞ്ഞു, അൽ ബലാഗുൽ മുബീൻ, പറഞ്ഞെടുക്കുക, എത്തിച്ചെടുക്കുക, ദഅവത്ത് നടത്തുക. എന്നാലോ നിങ്ങളെ പണി എന്താ? നിങ്ങളുടെ ഉത്തരവാദിത്തം അലൈക്കും മാ ഹുമ്മിൽതും, നിങ്ങളുടെ ബാധ്യത നിങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അതെന്താ? നബിന്റെ ബാധ്യത പറഞ്ഞു കൊടുക്കൽ. നിങ്ങളുടെ ബാധ്യത, അതായത് നബിന്റെ ദഅവത്ത് കിട്ടിയ ആളുകളുടെ ബാധ്യത നബി പറഞ്ഞത് അനുസരിച്ച് അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതിരിക്കുക, എതിര് പ്രവർത്തിക്കാതിരിക്കുക എന്നത്. എന്നിട്ടാണ് പിന്നെ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഈ കഷ്ണം നമ്മൾ നേരത്തെ ഓതി. നബിയെ അനുസരിച്ചാൽ കിട്ടുന്ന കാര്യം എന്താ? വൈൻ തുതീഉഹു തഹ്തദു, നബിയെ നിങ്ങൾ അനുസരിച്ചാൽ ഹിദായത്ത് കിട്ടും, അനുസരിക്കാതെ നിങ്ങൾ തിരിഞ്ഞു പോയാലോ ഹിദായത്ത് കിട്ടുകയില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കലാണ് എന്ന് പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ ധിക്കരിക്കലാണ്. നോക്കണം നിങ്ങള്, എല്ലാ വശങ്ങളും രണ്ടും ചേർത്ത് അള്ളാഹു പറഞ്ഞു, ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധം. ഇത് നേരത്തെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞ ആയത്തിൽ നിന്ന് തന്നെ അതിന്റെ മഫ്ഹൂം മുഖാലഫയായി ഇത് മനസ്സിലാക്കാം. പ്രവാചകനെ അനുസരിച്ചവനാരോ അവനാണ് അള്ളാഹുവിനെ അനുസരിച്ചവൻ. അപ്പൊ അതിന്റെ എതിർവശം എന്താണ്? റസൂലിനെ ആര് അനുസരിക്കാതിരുന്നുവോ അവൻ അള്ളാഹുവിനെയും അനുസരിച്ചിട്ടില്ല. നബിയോടുള്ള ധിക്കാരം അള്ളാഹുവിനുള്ള ധിക്കാരമാണ്. ഇമാം ബുഖാരി ധരിച്ച ഹദീസിൽ വമൻ അസ്വാനി ഫഖദ് അസല്ലാഹ്, എന്നെ നബിയെ ആര് ധിക്കരിച്ചുവോ അവൻ അള്ളാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു. അപ്പൊ ഈ അനുസരിക്കുക, ധിക്കരിക്കുക എന്നുള്ളത് രണ്ടും അള്ളാഹുവിനോടും റസൂലിനോടും ചേർത്ത് അതിന്റെ അനുകൂലമായ വശവും എതിരായ വശവും, അനുകൂലമായാൽ ഉണ്ടാകുന്ന പ്രതിഫലവും എതിരായാൽ ഉണ്ടാകുന്ന ശിക്ഷയും രണ്ടും ചേർത്ത് തുലനം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നത് ഇതിന്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇനിയോ അനുസരിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷയെയും അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നിസായിലെ 14-ാമത്തെ വചനം വമൻ യഅസില്ലാഹ വറസൂല,
അള്ളാഹുവിനെയും റസൂലിനെയും ആര് ധിക്കരിച്ചുവോ, ഉണ്ട് അവിടെയും അള്ളാഹുവിനും റസൂലിനെയും ചേർത്ത് പറഞ്ഞു. അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്നു, റസൂലിനും എതിരെ പ്രവർത്തിക്കുന്നു. വയതഅദ്ദ ഹുദൂദ, എന്നിട്ടോ അതിന്റെ അതിർവരമ്പുകളെ, അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതിർവരമ്പുകൾ, ആ അതിർവരമ്പുകൾ പാലിക്കാതെ ആര് അതിനെ മുറിച്ചു കടന്ന് അപ്പുറം പോകുന്നുവോ, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ആര് വേലി ചാടി പോകുന്നുവോ, വേലി എന്താ, ഈ വരച്ച വൃത്തം, ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. വേറെ ചിലത് പറഞ്ഞു അതിനോട് അടുക്കാൻ പാടില്ല. അത് രണ്ടും രണ്ട് വിഷയത്തിലാണ്. ഒന്ന് കൽപ്പനയുടെ വിഷയത്തിലാണ്, മറ്റൊന്ന് നിയമം ലംഘിക്കുന്ന വിഷയത്തിലാണ്. അപ്പൊ അതിനപ്പുറം ആര് കടന്നുവോ, യുദ്ഹിൽ ഗുനാറൻ ഖാലിദൻ ഫീഹ, അങ്ങനെ നിയമലംഘനം നടത്തുന്ന ആളുകളെ അള്ളാഹു ശാശ്വതമായി നരകത്തിൽ പ്രവേശിപ്പിക്കും. നേരത്തെ സ്വർഗം കിട്ടുന്നു, ഇവിടെ ശാശ്വതമായ നരകമാണ്. വലഹു അദാബു മുഹീൻ, അതിനു പുറമെ നിന്ദ്യമായ ശിക്ഷയും നരകത്തിലുണ്ട്. സൂറത്തുൻ നിസായിലെ 115-ാമത്തെ ആയത്ത്, വമൻ യുശാഖിഖിർ റസൂല, ആര് അള്ളാഹുവിനോട് എതിർ ചേരിയിലാകുന്നുവോ. ഇവിടെ ഷിഖാഖ് എന്ന് പറഞ്ഞാൽ നിസാഅ്, ഖിലാഫ്, തർക്കം, ഭിന്നിപ്പ് എന്നൊക്കെ അർത്ഥം പറയാറുണ്ട്. എന്നാൽ ഈ ഷിഖാഖ് എന്നതിന് അതിനേക്കാൾ വിശാലമായ അർത്ഥം ശൈഖ് ഉതൈമീനെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഷിഖാഖ് എന്ന് പറഞ്ഞാൽ രണ്ട് ഷിഖിലാവുക എന്നാണ്. ഷിഖ് എന്ന് പറഞ്ഞാൽ പാർട്ട് എന്നാണ്, രണ്ട് ഭാഗം, രണ്ട് ഭാഗത്താവുക. വമൻ യുശാഖിഖിർ റസൂല, റസൂലിനോട് ആര് എതിർ ചേരിയിലായോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സുന്നത്തും നബിയെ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗം, ആ ഭാഗത്തിന് എതിർ ചേരിയിലാണോ ഒരാളെങ്കിൽ അതിന്റെ എതിർചേരി എന്താ, നബിയിൽ വിശ്വസിക്കാതിരിക്കുക, അനുസരിക്കാതിരിക്കുക, നബിയെ ധിക്കരിക്കുക. അപ്പൊ അതിന്റെ എതിർചേരിയായ ധിക്കാരത്തിന്റെ വശത്തൊരുത്തൻ നിന്നാൽ, ഖുർആനെ പറയാണ്, ഭാഷ മനസ്സിലാകുന്ന ആളുകൾക്ക് തിരിയും, നബിയും സുന്നത്തും ഒരു ഭാഗത്ത്, നമ്മൾ അതിന്റെ ഇങ്ങേ ഭാഗത്ത്, രണ്ടാളും രണ്ട് ഷിഖിൽ, രണ്ട് പാർട്ടിലായാൽ, രണ്ട് നാഹിയത്തിലായാൽ, രണ്ട് വശത്തായാൽ എന്താ ഉണ്ടാവുക, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം ബോധ്യപ്പെട്ടതിന് ശേഷം നബിയുടെ എതിർ ചേരിയിൽ ആര് നിലകൊള്ളുന്നുവോ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ മാർഗമല്ലാത്ത മാർഗം ആര് സ്വീകരിക്കുകയും ചെയ്യുന്നുവോ. സത്യവിശ്വാസികളുടെ മാർഗം എന്താ, അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം. ഈ രണ്ട് മാർഗവും അതാണ് സലഫുകൾ മനസ്സിലാക്കിയത്. അപ്പോ അള്ളാഹുവിനെ, റസൂലിനെ, റസൂലിൽ നിന്ന് നബീന്റെ സഹാബത്ത് ഖുർആനും സുന്നത്തും നബിയുടെ മാർഗവും എങ്ങനെ മനസ്സിലാക്കിയോ ആ മാർഗത്തിനുമെതിരായി, അപ്പൊ എന്താണ്, മൻഹജു സലഫിനും എതിരായി വേറൊരു ചേരിയിൽ ആല് നിൽക്കുന്നുവോ, നുവല്ലിഹി മാ തവല്ല, അവൻ എങ്ങോട്ടാണോ തിരിഞ്ഞു പോകുന്നത് ആ ഭാഗത്തേക്ക് അവനെ നാം തിരിക്കും. അപ്പൊ നബിന്റെ എതിർ ചേരിയിൽ പോകാനാണ് ഒരുത്തൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അള്ളാഹു വലിച്ചു കൊണ്ടുവരില്ല, ഇങ്ങോട്ട് വാതറിയില്ല, പിടിച്ചു വലിച്ചിലേക്ക് കൊണ്ടുവരില്ല. ഓനെ സ്വാതന്ത്ര്യം കൽപ്പിച്ചു അള്ളാഹു, വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടേ ഒഴിവാക്കാം. അങ്ങനെ നബിയുടെ എതിർ ചേരിയിലാണ് ഒരുത്തൻ പോകുന്നതെങ്കിൽ നുവല്ലിഹി, അള്ള പറയാൻ, നാം ആ തിരിഞ്ഞു പോകുന്നവനെ നാം തിരിച്ചുവിടും. എങ്ങോട്ട്, ഇലാമാത്തവല്ല, അവൻ എങ്ങോട്ടാണോ അവൻ പിന്തിരിഞ്ഞു പോകുന്നത് പോണ വഴിക്ക് വിടുന്നർത്ഥം. അപ്പൊ നമ്മൾ മക്കളോട് പറയും, പറഞ്ഞാൽ കേൾക്കൂല, എന്നാ പോണ വഴിക്ക് പോയിക്കോ. അതന്നെ, അള്ളാഹുവിനനുസരിക്കണം, പ്രവാചകനനുസരിക്കണം. അനുസരിക്കാൻ തയ്യാറല്ലേ, നീ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു വിട്ടുതരാം, ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിർബന്ധം അല്ലാക്കില്ല, മനുഷ്യൻ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. വനുസ്ലിഹി, പിന്നെ അവനെ നാം പ്രവേശിപ്പിക്കും ജഹന്നം. നരകത്തിന് പറയപ്പെട്ട പല പേരുകളിൽ ഒന്നാണ് ജഹന്നം. ജഹന്നം എന്ന നരകത്തിൽ പ്രവേശിപ്പിക്കും. വസാഅത്ത് മസീറ, അതത്ര സുഖമുള്ള സ്ഥലമല്ല, അത് വളരെ മോശപ്പെട്ട ഇടമാകുന്നു, മടക്കസ്ഥാനമാകുന്നു. സൂറത്തുൻ നിസാ 115. സൂറത്തുൻ നൂറിൽ 63-ാമത്തെ വചനം, ഫൽ യഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി. ഇവിടെ അൻ അംരിഹി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കൽപ്പന എന്നല്ല, തൊട്ടു മുമ്പ് പറയുന്നത് നബിനെ സംബന്ധിച്ചാണ്. അപ്പൊ നബിയുടെ കൽപ്പനക്ക് ആര് എതിരാകുന്നുവോ അവർ പേടിച്ചു കൊള്ളട്ടെ. അപ്പൊ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, പിൻപറ്റുക എന്നതിന് എതിരായി നബിയുടെ കൽപ്പന ധിക്കരിക്കുന്നവരാരോ അവർ സൂക്ഷിക്കട്ടെ. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, അള്ളാഹുവിനെ കുറിച്ചല്ല പറയുന്നത്, നബിയുടെ കൽപ്പനക്കാര് എതിരാകുന്നുവോ അവൻ പേടിച്ചു കൊള്ളട്ടെ. അൻ തുസീബഹും ഫിത്ന, അവന് ശിക്ഷ ബാധിക്കുന്നതിന്, പരീക്ഷണം ബാധിക്കുന്നതിന്. അത് ദുനിയാവിൽ ഉണ്ടാകുന്ന പരീക്ഷണങ്ങളാണ് നബിയെ ധിക്കരിക്കുന്നത് മൂലം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം എന്താ, അതിനുശേഷം പിന്നെ പറയുന്നുണ്ട്, ഔ യുസീബഹും അദാബുൻ അലീം, അല്ലെങ്കിൽ അവന് വേദനയേറിയ ശിക്ഷ. അപ്പൊ ദുനിയാവിൽ ശിക്ഷയും ഫിത്നയുണ്ടാകും, പരലോകത്ത് വേറെ ശിക്ഷയും ഉണ്ടാകും. ഇത് രണ്ടും ബാധിക്കുന്നതിനെ നബിയുടെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ പേടിച്ചു കൊള്ളട്ടെ. ഇവിടെ ഹാലഫ യുഹാലിഫു, ഗൾഫ് പോയ ആളുകൾക്കറിയാം മുഹാലഫ് ഉണ്ടെന്നറിയും. മുഹാലഫ് എന്നാൽ നിയമലംഘനം എന്നാണ്. ഇപ്പോ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചു, സിഗ്നൽ കട്ട് ചെയ്തൊരുത്തം പോയി, അപ്പൊ അതിന് ഫൈന് വരും. കറാമ എന്നാണ് ഹറാമയാണ്. അപ്പോ ഗൾഫ് പോയ ആളുകൾക്കൊക്കെ ഇതറിയാം, ഏത് ഗൾഫ് പോയവനും. മുഹാലഫയുണ്ടായി എന്ന് പറഞ്ഞാൽ സർക്കാർ നിശ്ചയിച്ച ട്രാഫിക് നിയമം ലംഘനം നടത്തി, ആ ലംഘനം നടത്തിയതിന്റെ പിഴയാണ് ഹറാമ എന്ന് പറയുന്നത്. അതുപോലെ എന്താ, യുഹാലിഫു, മുഹാലഫ, നബി പഠിപ്പിച്ച നിയമങ്ങൾക്ക് ലംഘനം നടത്തി. ലംഘനം നടത്തിയാലുള്ള ഫൈൻ എന്താ, ദുനിയാവിൽ ഫിത്ന, പരലോകത്ത് ശിക്ഷയും. ഇതുകൊണ്ടാണ് സൂറത്തുൽ അഹ്സാബിൽ കാണാം, നരകക്കാരായ ആളുകൾ നരകത്തിലെത്തിയവൻ പറയാണ്, യാ ലൈതനാ അതഅനല്ലാഹ്,
നരകത്തിലെത്തിയോ പറയാണ്, നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അള്ളാഹിനെ അനുസരിച്ചിരുന്നെങ്കിൽ ഈ നരകത്തിലെത്തുമായിരുന്നില്ല. അവിടെ നിർത്തിയിട്ടില്ല, നേരത്തെ പറഞ്ഞ കാര്യം ഇവിടെയും ആവർത്തിക്കുന്നു. റസൂല, കണ്ടോ, അള്ളാഹുവിനെ ധിക്കരിച്ചത് കൊണ്ട് മാത്രമല്ല നമ്മൾ നരകത്തിലെത്തിയത്, മറിച്ച് റസൂലിനെയും ധിക്കരിച്ചത് കൊണ്ടാണ് നമ്മൾ നരകത്തിലെത്തിയത്. ദുനിയാവിൽ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറഞ്ഞാൽ ഇനി കഴിയൂല. കാരണം സമയം കഴിഞ്ഞു, ഈ ദുനിയാവ് പോയി, പരലോകത്ത് നരകത്തിലെത്തി കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോ? ഇല്ല. അവിടെ വേറെ ചാൻസ് ഉണ്ടോ? ഇല്ല. എന്നാൽ ദുഃഖപ്രകടനമാണ്, സങ്കടം പറയാണ്. ദുനിയാവിൽ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്താ നന്നായിരുന്നു അറിയാൻ കാരണം, ഈ ഒരു നരകത്തിൽ എത്തുമായിരുന്നില്ല എന്ന് അവർ നടക്കാത്ത പൂതിയായി സങ്കടം പറയുന്നതായി സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. 4-ാമത്തെ കാര്യം വിശ്വസിക്കുക, അനുസരിക്കുക. 3 ധിക്കരിക്കാതിരിക്കുക. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. അൽ-ഇത്തിബാ അല്ലെങ്കിൽ അൽ-ഇഖ്തിദാ, അത്തഅസ്സി, ഇതൊക്കെ അതേ അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. നബിയെ പിൻപറ്റുക, മാതൃകയായി സ്വീകരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ചില സംശയം ഉണ്ടാവും, എന്താണ് അനുസരിക്കണം എന്ന് പറഞ്ഞല്ലോ, പിന്നെന്തിനാണ് പിൻപറ്റണം എന്ന് പറഞ്ഞത്? അനുസരണവും പിൻപറ്റലും തമ്മിൽ എന്താ വ്യത്യാസം? അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പിച്ച കാര്യങ്ങൾ സ്വീകരിക്കുക എന്നാണ്. കൽപ്പന അനുസരിക്കുന്നു. കൽപ്പന അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവും. നബി ചെയ്ത് കാണിച്ചു തന്നത്, നബി പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം എന്ന് കൽപ്പിച്ചിട്ടില്ല, നിർബന്ധ സ്വരത്തിൽ പറഞ്ഞിട്ടില്ല. മറിച്ച് നബി പഠിപ്പിച്ച സുന്നത്തുകൾ, ഇത് രണ്ടും ഉൾക്കൊള്ളുന്നതാണ് പിൻപറ്റുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞുവോ പഠിപ്പിച്ചുവോ അംഗീകരിച്ചുവോ ആ കാര്യങ്ങൾ പിന്തുടരുക. അപ്പൊ അതിൽ ഫർളും പെടും സുന്നത്തും പെടും. അനുസരണം എന്ന് പറഞ്ഞാൽ അതിൽ കൽപ്പന അനുസരിക്കലേ വരുന്നുള്ളൂ. ഹദീസുകളിൽ എമ്പാടും കാര്യങ്ങൾ കൽപ്പനകൾക്കപ്പുറം നബി പറയുകയും നിർദ്ദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സുന്നത്തായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൽപ്പനകൾ മാത്രം പാലിച്ചാൽ പോരാ, നബി പഠിപ്പിച്ച കാര്യങ്ങളെ, നബി ജീവിച്ചു കാണിച്ച നടപടിക്രമങ്ങളെ പിന്തുടരുകയും ചെയ്യണം. ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ ഫിഖ്ഹിയായ മസലകൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ പണ്ഡിതന്മാർക്കിടെ, ഇപ്പൊ സലഫി ഉലമാക്കളിൽ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് നിർബന്ധമാണോ അല്ല സുന്നത്താണോ എന്ന് തർക്കമുണ്ടാവും. ഇപ്പൊ ഉദാഹരണത്തിന് ഒന്നെടുക്കുമ്പോ മൂക്കിൽ വെള്ളം വലിച്ചു കയറ്റി പുറത്തേക്ക് ചീറ്റുക, ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് സലഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ, അല്ലാത്തവരുണ്ട്. ഈ സലഫികളിൽ തന്നെ, സലഫി പണ്ഡിതന്മാർ തന്നെ ചില ആളുകൾ അത് നിർബന്ധമല്ല, പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തഹിയ്യാത്തിൽ അവസാനത്തിൽ സലാം വിട്ടുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ രക്ഷ തേടുന്നു, ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് സുന്നത്താണ്. അപ്പൊ സുന്നത്താണ് എന്താ, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. നിർബന്ധം എന്നാലോ എടുത്തിട്ടില്ലെങ്കിൽ നമസ്കാരം ശരിയാവില്ല. അപ്പൊ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഷെയ്ഖ് ഉസൈമീൻ പറയാൻ, ഇതിലൊക്കെ നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി എന്താ? നബിയെ ഇത്തിബാഅ് ചെയ്യലാൻ. നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നബി അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നബി അത് അംഗീകരിച്ചിട്ടുണ്ടോ? എങ്കിൽ അത് റുക്നാണോ, വാജിബാണോ, ഫർളാണോ, സുന്നത്താണോ അല്ലേ എന്നൊന്നും നോക്കാതെ നബിയുടെ ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃകയാണ് എന്ന നിലക്ക് നബി ചെയ്തുവോ നബിയെ പിൻപറ്റുക. അവിടെ കൽപ്പനയാണോ റുക്നാണോ തർക്കത്തിലേക്ക് പോകണ്ട. ഇത് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴിയാണെന്ന് ഷെയ്ഖ് ഉസൈമീൻ പറഞ്ഞു കാണാം. അപ്പൊ പരലോകത്തെത്തി, അപ്പൊ ഓതെടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം വലിച്ചു കയറ്റി ചീറ്റിയിട്ടില്ല. അപ്പൊ അള്ളാഹ് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ ചെയ്തില്ല? അപ്പൊ എന്ന മൗലവി അല്ല, എന്ന ഉലമ അല്ലെങ്കിൽ എന്ന ഇമാമ് അങ്ങനെ പറഞ്ഞത് സുന്നത്താന്ന് പറഞ്ഞോട് ഞാനേ ചെയ്തില്ല. അപ്പൊ അള്ളാഹ് ചോദിക്കാൻ, നിനക്ക് നബിയെ പിൻപറ്റിയാൽ പോരായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചില്ലേ എന്ന് ചോദിച്ചാൽ നമുക്കവിടെ മറുപടി ചെയ്യാനില്ല. നേരെ മറിച്ച് ഫർളായാലും സുന്നത്തായാലും ശരി, നബി പഠിപ്പിച്ച നബിയുടെ സുന്നത്താണ്, മാതൃകയാണ് എന്നുള്ള നിലക്ക് നബിയെ മാതൃകയാക്കി ആ തർക്കത്തിന്റെ കീറി അന്വേഷിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ചുഴിഞ്ഞന്വേഷിക്കുന്ന ആ ഏർപ്പാടിലേക്ക് പോകാതെ, സുന്നത്തും ഫർളും ഒക്കെ പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല, അതിന്റെ പ്രാധാന്യത്തിന് വേണ്ടി പഠിക്കാം. പക്ഷേ ഒഴിവായി കിട്ടാൻ വേണ്ടി പഠിച്ചാൽ എന്താ, സുന്നത്താൾക്ക് ഒഴിവാക്കും. അപ്പോ അതിനേക്കാൾ രക്ഷപ്പെടാൻ വഴി നബിയെ പിൻപറ്റലാണ്. അപ്പൊ അനുസരിക്കുന്നത് മോക്ഷത്തിന്റെ മാർഗമാണ്, പിൻപറ്റുക എന്ന് പറയുന്നതും മോക്ഷത്തിന്റെ മാർഗമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആരാധിക്കപ്പെടേണ്ടവൻ അത് ഒരുത്തൻ മാത്രമേ ഉള്ളൂ, അതാരാ? അല്ലാഹുവാൻ. ഇതേപോലെ പിൻപറ്റപ്പെടേണ്ടവൻ അത് ഒരുത്തനേ ഉള്ളൂ, അത് നബിയാണ്. അനുസരിക്കപ്പെടേണ്ടവൻ 2 ഉണ്ട്, അള്ളാഹുവും റസൂൽ, 2നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിൻപറ്റുക എന്ന് പറയുന്നത് ഒരുത്തനെ മാത്രമേ പിൻപറ്റേണ്ടതുള്ളൂ, അത് അള്ളാഹുവിന്റെ റസൂലാണ്. ഇത് ഖുർആനിലെ പ്രയോഗങ്ങൾ അനുസരിച്ച് ആയത്തുകളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇതുകൊണ്ടാണ് പല പണ്ഡിതന്മാർ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നബിന്റെ ഖബറിനെ ചൂണ്ടി ചില ആളുകളോട് പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന ഒരുത്തനല്ലാതെ മറ്റൊരാളുടേതും സ്വീകരിക്കൽ നിർബന്ധമായ കാര്യമില്ല. മറ്റുള്ളവരുടെതൊക്കെ കൊള്ളാവുന്നതും തള്ളാവുന്നതും ഉണ്ടാകും. എന്നാൽ ഈ ഖബറിലെ
കിടക്കുന്ന ആള് കാണിച്ചു തന്ന മാർഗം തള്ളേണ്ടതില്ല, കൊള്ളാവുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നബിന്റെ ഖബർ ചൂണ്ടിയിട്ടാണ്. ഇമാം മാലിക് മദീനത്താണ്. അപ്പൊ നബിന്റെ ഖബർ ചൂണ്ടി പറയാണ് ഇഖബറിലെ ആളുകൾ തള്ളേണ്ടതില്ല, എല്ലാം കൊള്ളേണ്ടത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം തന്നെ പറയുന്നത് മനുഷ്യനാണ്, ഞാൻ പറഞ്ഞ തെറ്റുണ്ടാവും, എന്റേതെല്ലാം നിങ്ങൾ കൊള്ളേണ്ടതില്ല, തള്ളേണ്ടത് തള്ളണം. എന്നാൽ നബിന്റെ അടുക്കൽ രണ്ടുമില്ല, ഒന്നേ ഉള്ളൂ. വേറെ അബ്ദുല്ലാഹിൽ മസൂദ് പറയുന്നത് കാണാം, ജീവിച്ചിരിക്കുന്നവരെയല്ല മരിച്ചവനെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ആരാ മരിച്ചവൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വാക്ക് നിലച്ചു, ഇനി അതിൽ മാറ്റം വരാനില്ല. ജീവിച്ചിരിക്കുന്ന ആൾ ഇന്നൊന്ന് പറയും, നാളെ വേറൊന്ന് പറയും, തെറ്റുണ്ടെ തിരുത്തും, അത് നല്ല അടയാളാണ്. അപ്പൊ അങ്ങനെ മാറ്റം വരാവുന്ന തിരുത്തൽ ആവശ്യമായ ആളുകളെ അല്ല, മരിച്ചുപോയ ഇനിയൊരു തിരുത്തൽ ആവശ്യമില്ലാത്ത നബിയെ മാത്രമാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എന്ന് അബ്ദുല്ലാഹി മസൂദ് റളിയല്ലാഹു കുറെ കാര്യങ്ങൾ നബിയെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അനുസരിച്ചാൽ ഹിദായത്ത് കിട്ടും, അള്ളാഹനുസരിച്ചാൽ ഹിദായത്ത് കിട്ടും, നബി അനുസരിച്ചാൽ ഹിദായത്ത് കിട്ടും. അതേ കാര്യം സൂറത്തുൽ അഅറാഫിൽ പിൻപറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞത് കാണാം, വത്തബിഊഹു ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ നബിയെ പിൻപറ്റുക. കണ്ടോ, അനുസരിക്കുക എന്നല്ല, അനുസരിക്കണം, പിൻപറ്റണം. നബി എന്ത് കാണിച്ചോ അത് പിന്തുടരണം, എങ്കിൽ തഹ്തദൂൻ, നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടും. അപ്പൊ പിൻപറ്റിയിട്ടില്ല എങ്കിൽ ഹിദായത്ത് നിന്ന് പുറത്താവും. ഈ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ് എന്ന് പറയുന്ന ആയത്ത്, ഇത് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എന്നെ അനുസരിക്കുക. ആരെ പറയാൻ? നബി പറയാൻ, എന്നെ അനുസരിക്കുക, എന്നെ പിൻപറ്റുക. അള്ളാഹുവിനോട് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഇഷ്ടമുണ്ടാകും. അപ്പൊ അവിടെ നബിയെ പിൻപറ്റിയാലാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാവുക, അപ്പോഴാണ് അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടുക. ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറയുന്നത്, ജൂത ക്രിസ്ത്യാനികൾ പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടന്മാരാണ്, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാകുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോ അവരുള്ള ചോദ്യമാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ് വാദിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. ഇനി നിങ്ങൾ അഹിബ്ബ ആണ്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ അനുസരിക്കലാണ്. അള്ളാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായി നിങ്ങൾ റസൂലിനെ പിന്തുടരണം. അതില്ല. അപ്പൊ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങളുടെ വാദം ശരിയല്ല എന്ന് പറയാനാണ് ഇത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുവെങ്കിൽ ആ പറയുന്ന ആള് ഒന്നാമതായി ചെയ്യേണ്ടത് റസൂലിനെ പിൻപറ്റുകയാണ്. ഇപ്പൊ നബിദിനം ആഘോഷിക്കുന്നു, ഒരു ഉദാഹരണത്തിന്, ഇപ്പൊ അതിന്റെ സീസണാണല്ലോ, നബി ദിനമല്ല, നബി മാസം, റബീഉൽ അവ്വൽ നബി മാസമാണ്, 1 മുതൽ അവസാനം വരെ ആചാരമാണ്. അപ്പൊ ഈ നബി മാസത്തിൽ നബിയുടെ മൗലിദ് കഴിക്കുക, ജന്മദിനം ആഘോഷിക്കുക, മൗലിദ് പാടുക, ബുർദ ചൊല്ലുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുത്തൻ നബിയോടുള്ള ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ അവൻ നബിയെ ധിക്കരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവൻ നബിയെ അല്ല പിൻപറ്റുന്നത്, കാരണം നബി അത് പഠിപ്പിച്ചിട്ടില്ല. നബിയോ സഹാബത്തിൽ ആരെങ്കിലുമോ ആദ്യകാല നൂറ്റാണ്ടുകളിൽ 3 തലമുറകളിൽ ഒരുത്തൻ പോലും ഇത് ആഘോഷിച്ചിട്ടില്ല എന്ന് ഇത് ആഘോഷിക്കുന്ന ആളുകൾ തന്നെ ഉണ്ടാക്കിയ പാട്ടുകളിൽ നമുക്ക് കാണാം. അപ്പൊ ആദ്യത്തെ 3 തലമുറകളിൽ ഇല്ലാതെ പിൽക്കാലത്ത് ഈസാ നബിയുടെ ജന്മം കൊണ്ടാടുന്നത് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതുപോലെ, അതും ഈസാ നബി പഠിപ്പിച്ചതല്ല, ആദ്യകാലങ്ങളിൽ ഉണ്ടായതല്ല, പിൽക്കാലത്ത് ചില വികൃത പുരോഹിതന്മാർ ഉണ്ടാക്കിയതാണ്. അതുപോലെ ഇസ്ലാമിലും ചില വികൃത പണ്ഡിതന്മാർ, പുരോഹിതന്മാർ ഉണ്ടാക്കിയതാണ് ഏത് നബിദിനാഘോഷം എന്ന് പറയുന്നത്. അവന്താ അത് നബിയെ അനുസരിക്കലല്ല, നബിയെ ധിക്കരിക്കലാണ്. നബിയെ ധിക്കരിച്ചാൽ എന്താണ് ഉണ്ടാവുക എന്ന് നേരത്തെ പറഞ്ഞു. നബിയെ അനുസരിക്കുന്നവരാണെങ്കിൽ നബിയെ അനുസരിച്ചുകൊണ്ട് നബി പഠിപ്പിക്കാത്ത നബിദിനം ആഘോഷിക്കാതിരിക്കലാണ് അള്ളാഹുവിനുള്ള അനുസരണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇഷ്ടം ഉണ്ടാവുക. അങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത്, നബിയെ സ്നേഹിക്കേണ്ടത് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്ന, നബിയിൽ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അനിവാര്യതകളായി ഉണ്ടാകേണ്ടുന്ന ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ഷഹാദത്തിന്റെ അനുയായികളായി മാറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് തീർത്തും സത്യസന്ധമായ നിലക്ക് മറ്റെല്ലാറ്റിനേക്കാളും ഇഷ്ടപ്പെട്ട രീതിയിൽ നബിയെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നതാണ് അടുത്ത വിഷയമായി പറയാനുള്ളത്. വിശ്വസിച്ചു, അനുസരിച്ചു, ധിക്കരിച്ചില്ല, പിന്തുടർന്നു. 5-മതായി നബിയെ സത്യസന്ധമായി സത്യപ്പെടുത്തണം. എങ്ങനെ സത്യപ്പെടുത്തണം? വാക്കിൽ, പ്രവർത്തനത്തിൽ സത്യപ്പെടുത്തണം. നബി പറഞ്ഞതിനെ സത്യപ്പെടുത്തണം, നബി അംഗീകരിച്ചതിനെ സത്യപ്പെടുത്തണം. ഈ നിലക്ക് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തുന്നുവെങ്കിൽ വാക്കാലും പ്രവൃത്തിയാലും വിശ്വാസത്താലും യഥാവിധി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും നബിയെ സത്യപ്പെടുത്തുക എന്നതാണ് 5-മതായി നമ്മൾ ഇന്നുണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എല്ലാറ്റിനേക്കാളും ഇഷ്ടം
നമുക്ക് ആരോടായിരിക്കും? നബിയോടായിരിക്കും. നബിയെ സ്നേഹിക്കണം. ആ നബിയോടുള്ള സ്നേഹം മറ്റെല്ലാറ്റിനേക്കാളും ഉപരിയാകണം. ആ സ്നേഹത്തിന്റെ ഭാഗമാണ് നേരത്തെ പറഞ്ഞ അനുസരണം, പിൻപറ്റൽ, വിശ്വാസം എന്നൊക്കെ പറയുന്നത്. സൂറത്തു തൗബയിലെ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് നമുക്ക് കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളും മക്കളും സഹോദരന്മാരും നിങ്ങളുടെ ഭാര്യമാരും കുടുംബവും അതുപോലെ തന്നെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കൃഷിയും നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങളുടെ താമസ സ്ഥലങ്ങളും ഇതൊക്കെയാണ് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് വരുന്ന ശിക്ഷയുടെ കാര്യത്തെ നിങ്ങൾ കാത്തിരുന്നോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ? അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അതിനോട് ചേർത്ത് എന്തും പറഞ്ഞു? റസൂലിനോടുള്ള ഇഷ്ടം. അള്ളാഹുവിനോട് മഹബത്തുണ്ടാകണം, റസൂലിനോട് മഹബത്തുണ്ടാകണം. ഇതിന്റെ താഴെ മാത്രമേ ദുനിയാവിൽ എന്തെല്ലാം ഉണ്ടോ, ഭാര്യമാരോടാകട്ടെ, മക്കളോടാകട്ടെ, മാതാപിതാക്കളോടാകട്ടെ, സഹോദരന്മാരാകട്ടെ, സഹോദരിമാരാകട്ടെ, സമ്പാദ്യത്തോടാകട്ടെ, കച്ചവടത്തോടാകട്ടെ, വീടിനോടാകട്ടെ, ഈ ഖുർആൻ എന്താ എണ്ണി പറഞ്ഞത്? ഇതൊക്കെ മനുഷ്യന് ഏറ്റവും അധികം പ്രിയപ്പെടുന്ന ദുനിയാവിലെ സാധനങ്ങളാണ്. ഇതിനേക്കാളെല്ലാം ഉപരി അള്ളാഹുവിനെ സ്നേഹിക്കണം, അതേപോലെ നബിയെ സ്നേഹിക്കണം. ഇല്ലെങ്കിൽ വരുന്ന ശിക്ഷയെ കാത്തിരുന്നോളൂ എന്ന താക്കീതാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അപ്പോ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹു ആയിരിക്കണം. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂലാകണം. എത്രത്തോളം? നമ്മേക്കാൾ, എനിക്ക് എന്നേക്കാൾ ഇഷ്ടം റസൂലിനോടാകണം. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടതായതുകൊണ്ട് ഞാൻ ഹദീസ് നോക്കുന്നില്ല. ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ, ആരാണ് ഉമർ എന്ന് നമ്മൾ പറയേണ്ടതില്ല, ആ ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നബിയെ, അള്ളാഹുവാണ് സത്യം, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളാണ്. ഏത് കഴിച്ചാൽ? ഞാൻ കഴിച്ചാൽ. എനിക്ക് എന്നോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളാണ്. പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടോ? അവനവനോട് ഇഷ്ടം ഉണ്ടാവും. അപ്പൊ ഉമർ പറഞ്ഞേ, എനിക്ക് ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ്. നബിന്റെ മറുപടി എന്താ? ഉമറെ, ഈ നല്ല ആളാട്ടോ, നല്ല വിശ്വാസിയാണ് എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഉമറെ, നിന്നേക്കാൾ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാനാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ, അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിൽ നിന്നേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നബിയാകുന്ന ഞാനാകുന്നത് വരെ നീ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ ഉമർ പറഞ്ഞു, നബിയെ, എനിക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടവൻ നിങ്ങളാകുന്നു. അപ്പൊ നബി പറഞ്ഞു, ഫഇന്നഹുൽ ആൻ, അതെ ഉമറെ, ഇപ്പോൾ നീ അങ്ങനെയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയായി? ഇപ്പോൾ നീ വിശ്വാസിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, എന്തിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അങ്ങനെ നബിയെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസികളാകുന്നത്. എങ്ങനെയാണ് നബിയെ ഇഷ്ടപ്പെടേണ്ടത്? അത് നേരത്തെ പറഞ്ഞു. നബി പറഞ്ഞ കാര്യം പറയുക, പറയാൻ പറഞ്ഞ കാര്യം പറയുക, നബി ചെയ്ത കാര്യം ചെയ്യുക, നബിയെ അനുസരിക്കുക, നബിയിൽ വിശ്വസിക്കുക, നബിയെ പിൻപറ്റുക. നബിയെ പിൻപറ്റാതെ നബി പഠിപ്പിക്കാത്ത കാര്യം ചെയ്യാൻ പാടില്ല, നബിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ല, നബി വെറുത്ത കാര്യം ചെയ്യാൻ പാടില്ല, നബി കൽപ്പിച്ചതിന് എതിര് പ്രവർത്തിക്കാൻ പാടില്ല, കൽപ്പിച്ചത് ചെയ്യാതിരിക്കാൻ പാടില്ല, വിലക്കത് ചെയ്യാൻ പാടില്ല. ഇതൊന്നും പാടില്ല. ഇത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതില്ല എങ്കിൽ നമ്മൾ നബിയെ സ്നേഹിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ നബിയെ ഏറ്റവും വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ചവരെ കുറിച്ച് ഷഹാദത്തിന്റെ 1-ാമത്തെ വശം പറഞ്ഞപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരാണോ അള്ളാഹുവും റസൂലും ഏറ്റവും മറ്റെല്ലാറ്റിനേക്കാളും പ്രിയപ്പെട്ടതാകുന്നത്, അവനാണ് വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിച്ചവൻ. അവിടെ അള്ളാഹുവിനോടൊപ്പം ആരെയും പറഞ്ഞിട്ടുണ്ട്, റസൂലിനെയും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവൻ അള്ളാഹു കഴിഞ്ഞാൽ റസൂലായാൽ അവന് വിശ്വാസത്തിന്റെ മധുരം അനുഭവിച്ചവനാണ്. അല്ലാത്തവന് മധുരം കിട്ടിയിട്ടില്ല. തൊള്ളോട് പറയണേ ഉള്ളൂ. വിശ്വാസത്തിന്റെ മധുരം കിട്ടണമെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവും പിന്നെ റസൂലുമായിരിക്കണം. ആ മധുരം എത്തിയവനെ അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാനും പ്രവാചകന്റെ കൽപ്പന പാലിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ദുനിയാവിലൊരു വിഷയം, പ്രവാചകന്റെ കൽപ്പന മുന്നിൽ നിൽക്കുന്നു, ഇന്ന കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത്. നമ്മുടെ മനസ്സ് നബി കൽപ്പിച്ച കൽപ്പന ചെയ്യാൻ നമ്മുടെ മനസ്സ് തോന്നുന്നില്ല. അവിടെ നമ്മൾ പ്രവാചകന്റെ കൽപ്പന ലംഘിക്കുന്നു. അല്ലെങ്കിൽ നബി വിലക്കിയ കാര്യം ചെയ്യാൻ പാടില്ല, പക്ഷെ നമ്മളത് ചെയ്യാൻ പോകുന്നു. അവിടെ നമ്മൾ കൽപ്പന പാലിക്കാതിരിക്കുകയും വിലക്ക് ലംഘിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ? റസൂലാണോ? അല്ല. നമുക്ക് ഈ ലംഘനമാണ് പ്രിയപ്പെട്ടതായി മാറുന്നത്. കൽപ്പന പാലിക്കാതിരിക്കുക എന്നാണ് നമുക്ക് ഇഷ്ടകരം. അപ്പൊ ഒരു കൽപ്പന പാലിക്കാതിരിക്കുകയോ വിലക്ക് ലംഘിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് റസൂലാകുന്നില്ല, മറിച്ച് ഈ കൽപ്പന പാലിക്കാതിരിക്കലും തെറ്റ് പ്രവർത്തിക്കലുമാണ്. അപ്പൊ നമുക്ക് പ്രിയപ്പെട്ടവൻ നബിയാവുകയില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയാൽ നമ്മളിൽ നിന്ന് ഒരു കൽപ്പനയുടെ ലംഘനവും എതിര് പ്രവർത്തിക്കലുണ്ടാവുകയില്ല. അതുപോലെ തന്നെ നബി വിലക്കിയ വിലക്കുകൾ നമ്മൾ വിട്ടുകിടക്കുകയില്ല. ഇത് വളരെ വിശാലമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വിഷയമാണ്. ഇവിടെ പണ്ഡിതന്മാർ മനുഷ്യരെ 3 തരമായി വിശദീകരിച്ചത് കാണാം.
മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ട്. ഏത്? നബിയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഒരു കൂട്ടം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിൽ പരിധി വിട്ട ആളുകളാണ്. രണ്ടാമത്തെ കൂട്ടർ നബിയെ സ്നേഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയവർ. മൂന്നാമത്തേത് രണ്ടിനും ഇടയിലുള്ള, രണ്ടറ്റത്തുമല്ലാത്ത മിഡിലായ, മുത്തവസ്സിത്തായ മധ്യമ മാർഗം സ്വീകരിച്ചവർ. ഒഴിവാക്കിയതുമില്ല, പരിധി വിട്ടതുമില്ല, രണ്ടിനുമിടയിൽ പറഞ്ഞെടുത്തു നിന്നു. ഇങ്ങനെ 3 തരം ആളുകളുണ്ട്. എല്ലാം കൂടി വിശദീകരിക്കുന്ന സമയമല്ല. ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയാം. പ്രവാചകനെ സ്നേഹിക്കുന്നു, എന്നാൽ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനാണെന്ന് വിചാരിച്ച് നബിയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ബിദ്അത്തുകളും ശിർക്കുകളും ചെയ്യുന്ന മനുഷ്യന്മാർ. ഒരു ഹുബിന്റെ പേരിലാണ്, നബിയോട് ഹുബുണ്ട്, ആ ഹുബിന്റെ ഭാഗമായിട്ടാണ് എന്ന നിലക്ക് അവർ ചിലത് സ്വന്തം പടച്ചുണ്ടാക്കി. അങ്ങനെ സ്വന്തം പടച്ചുണ്ടാക്കി നബി പഠിപ്പിക്കാത്ത, കൽപ്പിക്കാത്ത കാര്യങ്ങൾ, ചിലപ്പോൾ വിലക്കിയ കാര്യത്തിൽ പെടുന്ന തെറ്റായ കാര്യങ്ങളും അവർ ഹുബിന്റെ പേരിൽ, മഹബത്തിന്റെ പേരിൽ ഉണ്ടാക്കി. അങ്ങനെ ബിദ്അത്തിന്റെയും ശിർക്കിന്റെയും ആളുകളാണ് ഇക്കൂട്ടർ. ഇതാണ് ലോകത്ത് ഭൂരിപക്ഷം മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. പരിധി വിട്ടവർ. അങ്ങനെ അവർ ബിദ്അത്തിലേക്ക് മാത്രമല്ല ശിർക്കിലേക്കും എത്തി. അപ്പൊ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബി മാസമാണ്. നബി മാസത്തിന്റെ ക്രിസ്ത്യാനികളെ പിന്തുടർന്നുകൊണ്ട് ദീപാലങ്കാരങ്ങൾ ഇത് നടത്തുന്ന ആളുകൾ തന്നെ ചില മുസ്ലിയാക്കന്മാർ പറയുന്നുണ്ട്, അങ്ങനെ ലൈറ്റിട്ട് പള്ളി മദ്രസ അലങ്കരിക്കേണ്ടതില്ല. അതൊന്നും ആൾക്കാർ കേൾക്കില്ല. ആൾക്കാർ അതിനേക്കാൾ വലിയ മഹബത്തിലാണ്. അങ്ങനെ ക്രിസ്ത്യാനികൾ അതുപോലെ തന്നെ മറ്റു മതക്കാർ ദീപാലങ്കാരങ്ങൾ നടത്തുന്നത് പോലെ മുമ്പൊന്നും നമ്മുടെ നാട്ടിൽ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പില്ലാത്ത തരത്തിൽ ഒരു മാസം മുഴുവൻ ആയിരങ്ങളും ലക്ഷങ്ങളും മുടക്കി ദീപാലങ്കാരങ്ങൾ നടത്തി പള്ളിയും, ചില സ്ഥലത്ത് ഖബർസ്ഥാനും, ചില സ്ഥലത്ത് മദ്രസകളും, അല്ലെങ്കിൽ 2ഉം 3ഉം ഒക്കെ മത്സരിച്ച് അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ പാടപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്ന് മാത്രമല്ല, അറബിക് കവിതയിൽ ഏറ്റവും നല്ല കവിതയായി പോലും ചില ആളുകൾ പറയുന്ന ഒരു പാട്ടാണ് ബുർദ എന്ന് പറയുന്നത്. ബൂസീരി എന്ന മുഹമ്മദ് അൽ ബൂസീരി എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം രചിച്ച ഒരു കവിത. പണ്ഡിതൻ ആ കിതാബ് എഴുതിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ പിന്നിൽ ഒരു ഖുറാഫാത്തിന്റെ കഥ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത് ഒരുപാട് വരികളുണ്ട്. ആ വരികളിൽ നമ്മുടെ നാട്ടിൽ വീടുകളിലും പള്ളികളിലും മൗലിദ് സദസ്സുകളിലും ഒക്കെ റബീഉൽ അവ്വലിലും അല്ലാതെയും ഒക്കെ പാടപ്പെടുന്ന പദ്യം ഇത് ഈ പറഞ്ഞ പ്രവാചകനെ സ്നേഹിക്കുക എന്ന പരിധി വിട്ട സ്നേഹം കൊണ്ട് എത്തിച്ചേർന്ന ബിദ്അത്തിന്റെയും ശിർക്കിന്റെയും ഇനങ്ങളാണ്. അതിലെ ഏതാനും വരികൾ മാത്രം ചുരുങ്ങിയ കൊണ്ടൊരു ചെറിയ വിശദീകരണം നമുക്ക് പരിശോധിച്ചു നോക്കാം. കടുത്ത ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും തെറ്റായ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. യാ അക്രമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ഒരു വരിയാണ് ഈ ബൂസീരി പാടുകയാണ്. യാ അക്രമൽ ഖൽഖി, സൃഷ്ടികളിൽ ഏറ്റവും ഉദാരനായവനെ. ആരാ? നബിയോടാ പറയുന്നത്. ഇത് മരിച്ചുപോയ നബിയോടുള്ള വിളിയാണ്. ഇത് ഇസ്തിഗാസയാണ്. അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായതേട്ടമാണ്. മരിച്ച ഒരാളോടും സഹായം തേടാൻ പാടില്ല. ജീവിച്ചിരിക്കുന്നവരോടും പരിധിക്കപ്പുറത്ത് പറ്റൂല. അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല, ജീവിച്ചവരാണെങ്കിലും മരിക്കുന്നവരാണെങ്കിലും. അപ്പോൾ മരിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാ പറയുന്നത്, സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ അല്ലെങ്കിൽ ഉദാരനായ നബിയെ, മാലിമൻ അലൂദു ബിഹി, എനിക്ക് അഭയം തേടാൻ ആരാണുള്ളത് എപ്പോഴും സിവാക്കങ്ങളല്ലാതെ, ഇന്ദ ഹുലൂലിൽ ഹാദിസിൽ അമിമി, അതിവ്യാപകമായ വിപത്ത് ലോകത്തെ ഒന്നായി മൂടുമ്പോൾ. ഈ ഒന്നായി വിപത്ത് മൂടലെപ്പ? ഖിയാമത്ത് നാളിലാണ്. അപ്പൊ ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ, ഖിയാമത്ത് നാളിന്റെ ഘട്ടത്തിലും നാളെ മഹ്ശറിലും പരലോകത്തും എനിക്ക് രക്ഷ തേടാൻ നിങ്ങളല്ലാതെ വേറെ ആരാണുള്ളത്? അപ്പൊ നോക്കൂ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം, അള്ളാഹുവിനോടുള്ള ഇസ്തിഗാസ എന്ന് പറയുന്നത് മരിച്ചുപോയ നബിയോട് നടത്തുന്നു. ഇത് പച്ച ശിർക്കാണ്. ആയത്തോതന്റെ കാര്യമില്ല, നമുക്കൊക്കെ അറിയാം. ദുആ അള്ളാഹുവിനോടെ പാടുള്ളൂ. ആ ദുആന്റെ പരിധിയിൽ വരുന്ന ഇസ്തിഗാസ എന്ന് പറയുന്നത് അള്ളാഹുവിനോടെ പാടുള്ളൂ. എന്നാൽ ഇവിടെ നബിയോട് നേരിട്ടുള്ള ദുആ ഇസ്തിഗാസയാണ്. ഈ അത്യാപൽ ഘട്ടമാകുന്ന പരലോകത്ത് നിങ്ങളല്ലാതെ വേറെ ആരും നബിയെ എന്നെ രക്ഷപ്പെടുത്താനുള്ള. ഇതിൽ നിന്ന് ഒരുത്തൻ പശ്ചാത്തപിക്കാതെ ഈ നിലക്ക് മരിച്ചു പോവുകയാണെങ്കിൽ അവൻ ശിർക്കുൻ അക്ബർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്ക് ചെയ്തവനാണ്. ഈ നബിദിനത്തിലൊക്കെ പാടുന്നതാണ്. വീട് കുടിയിരിക്കലുണ്ടാവും, കല്യാണത്തിന് തലേന്ന് വീട്ടിലുണ്ടാവും, അതുപോലെ വേറെന്തെങ്കിലും അടിയന്തരമോ പരിപാടികൾ അന്നൊക്കെ ഈ സാധനം ഓതും. അപ്പോ അങ്ങനെ അറിയപ്പെട്ട പ്രസിദ്ധമായ ഒരു പദ്യത്തിലുള്ളത് കൊടിയ ശിർക്കാണ്. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വലറതഹ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. വേറെ വരിയാണ്, നബിയെ, നിങ്ങളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ഈ ദുനിയാവും അതിന്റെ ലറ എന്ന് പറഞ്ഞാൽ രണ്ടാം പെണ്ണാണ്, സഹകളത്ര. ദുനിയാവും അതിന്റെ ലറത്തും എന്ന് പറഞ്ഞാൽ ദുനിയാവും അതിനോട് ചേർന്ന് വരുന്ന പിന്നെ പരലോകം, അത് ദുനിയാവൽ ആഖിറ. അപ്പൊ ഈ ദുനിയാവ് മാത്രമല്ല ആഖിറവും നിങ്ങളുടെ ജൂതിയിൽപ്പെട്ടതാകുന്നു. ആര്? അള്ളാഹ് ഉണ്ടാക്കിയെന്നല്ല പറയുന്നത്.
നബിന്റെ ഔദാര്യമാണ്, പിന്നെ നബി ഉണ്ടാക്കിയതാണ്, നബിന്റെ ദാനമാണ് ദുനിയാവ് മാത്രമല്ല ആഖിറവും. അപ്പൊ എന്താ ഇത് കൊടിയ ശിർക്കാ. കാരണം സൃഷ്ടാവായ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ആരെ കൊണ്ടുപോയി സ്ഥാപിച്ചു? മുഹമ്മദ് നബിയെ കൊണ്ടുപോയി സ്ഥാപിച്ചു, നബിയോടുള്ള മഹബത്ത് കൊണ്ട്. അപ്പൊ നിങ്ങളാണ് ദുനിയാവിന്റെ സൃഷ്ടാവ്, നിങ്ങളാണ് ദുനിയാവും ആഖിറവും സൃഷ്ടിച്ചത്. എന്നാ ഖുർആനിൽ എന്താ അള്ളാഹു തആല പറഞ്ഞത്? വഇന്ന ലനാലൽ ആഖിറത വല്ലൂല, നമ്മുടേതാകുന്നു ഈ ദുനിയാവും ആഖിറവും. അള്ളാഹ് പറയാണ് എന്റേതാണ്. ഇവിടെ ആർക്ക് ചാർത്തി കൊടുത്തു? മുഹമ്മദ് നബിക്ക് ചാർത്തി കൊടുത്തു. അല്ല, അള്ളാന്റെതല്ല, നിങ്ങളതാണ് നബിയെ. അപ്പൊ എന്തായി? അള്ളാഹുവിന്റെ സ്ഥാനത്ത് നബിയെ കൊണ്ടുപോയി വെച്ചു. ഇനി ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. മിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജൂതിൽപ്പെട്ടതാണ്. അതിനർത്ഥം എന്താ? അതിന്റെ അപ്പുറത്ത് വേറെ ഉണ്ടെന്നല്ലേ. ഇതിപ്പോ ഒരാൾക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കുകയാണ്, അവർ 1000 രൂപ എടുത്തു, ഇത് എന്റെ സക്കാത്തിൽപ്പെട്ട പൈസയാണെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെയും കൊടുക്കേണ്ടതിന്റെ അർത്ഥം 1000 എനിക്ക് തരുന്നു, 1000 ഇനി വേറെയുണ്ട് പൈസ. ഇതുപോലെ നബിയുടെ ജൂതിൽപ്പെട്ടതാണ് ദുനിയാവും ആഖിറവും. അപ്പൊ എന്താ അതിനർത്ഥം? നബിയുടെ ജൂതിൽ ഇനിയും വേറെയുണ്ട്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അള്ളാഹു പോലും പുറത്തായില്ലേ? ദുനിയാവ് ആഖിറം ഇതിനപ്പുറത്ത് വേറെന്തുണ്ടോ? പിന്നുള്ള അള്ളാന്റെ അർശിന്റെ മേലെ ആകാശലോകമാണ്, അള്ളാഹുവിന്റെ വശം, ആലമിന്റെ പുറത്തുള്ളത്. അപ്പൊ വേറെയുണ്ട്. അപ്പൊ പിന്നെ അള്ളാഹ്ക്ക് എന്താ ഉള്ളത് ദുനിയാവിൽ? ആഖിറത്തിൽ വല്ലതുണ്ടോ? ഒന്നുമില്ല. അപ്പൊ അള്ളാഹുവിനെ പോലും പുറത്താക്കുന്ന വരികയാണ്. പിന്നെയോ മിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി, നബിയെ നിങ്ങളുടെ അറിവിൽപ്പെട്ടതാണ് ലൗഹിന്റെയും കലമിന്റെയും അറിവ്. ലൗഹ് എന്ന് പറഞ്ഞാൽ സ്ലേറ്റ്, ഫലകം എന്നൊക്കെ പറയാ. കലം എന്ന് പറഞ്ഞാൽ പെണ്ണ്. ഈ ലൗഹും കലം ഏതാ? എല്ലാവർക്കും അറിയാം, പിന്നെ ലൗഹുൽ മഹ്ഫൂദ്. ആകാശ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തെ തന്നെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് എന്തൊക്കെ ഉണ്ടാകണം എന്ന് എല്ലാ രേഖകളും, ഉണ്ടാകാൻ പോകുന്നതും അതിനെക്കുറിച്ചുള്ളതും ഭാവിയിൽ ഉണ്ടാകുന്നതും അങ്ങനെ ലോകാവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച ഫയല്, അതാണ് ഈ ലൗഹുൽ മഹ്ഫൂദ്. ആ ഫലകത്തിൽ എന്തുണ്ടോ, രേഖയിൽ എന്തുണ്ടോ, അത് എഴുതിയ പേന എന്ത് കാര്യമാണോ എഴുതിയത്, ഒരു പെണ്ണോണ്ടാണ് എഴുതിയെന്ന് ഖുർആൻ പറയും. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, പെണ്ണുകൊണ്ടാണ് എഴുതിയത്, ഫലകത്തിലാണ് എഴുതിയത്, അള്ളാഹ് കൽപ്പിച്ചിട്ടാണ് എഴുതിയത്. എഴുതാൻ പറഞ്ഞപ്പോ പെണ്ണ് ചോദിച്ചു അള്ളാഹുവിനോട്, എന്താണ് അള്ളാഹുവെ എഴുതേണ്ടത്? അപ്പൊ അള്ളാഹു പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിക്കോ. അപ്പൊ പെണ്ണിന് കൈ പറഞ്ഞിട്ടാ, അല്ല അള്ളാഹ് പഠിപ്പിച്ചെടുത്തു ഇന്നൊക്കെ എഴുതിക്കോ. ആ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇൽമിൽപ്പെട്ടതാണ്. അള്ളാന്റെ ലഹുൽ മഹ്ഫൂദ് ഉള്ളത് ആരറിവാണ്? നബിന്റെ അറിവാണ്. അപ്പൊ പിന്നെ ഗൈബ് എന്ന് സംഗതി ഉണ്ടോ? അള്ളാഹ് പുറത്തായില്ലേ? അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യം നബിന്റെ അറിവിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നബിന്റെ അറിവ് അതിലപ്പുറത്തുണ്ട്. നേരത്തെ ദുനിയാവും ആഖിറവും പറഞ്ഞതുപോലെ. അപ്പോ എല്ലാ ഗൈബുൻ നബിക്ക് അറിയാം. നബിന്റെ അറിവിന്റെ അപ്പുറത്ത് അള്ളാഹുവിന് അറിയാവുന്ന ഒരു കാര്യവുമില്ല. ഒരു പക്ഷേ അള്ളാഹുവിനേക്കാൾ വിവരമുള്ള ആള് നബിയാണ് എന്ന് വരും. ഇതിനേക്കാൾ വലിയ ഒരു ശിർക്ക് എന്ന് പറയുന്നത് വേറെയുണ്ടോ എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളൊക്കെ ആളുകൾ പാടുന്നത് എന്തിനാ? ബുർദ പാടുക, മങ്കൂസ് മൗലിദ് ഓതുക, എന്നിട്ട് അതിന്റെ പേര് ഭക്ഷണം ഉണ്ടാക്കുക, ആൾക്കാർക്ക് വിതരണം ചെയ്യുക, സന്തോഷിക്കുക, പുത്തനുടുപ്പ് ധരിക്കുക, പെരുന്നാളിനേക്കാൾ നല്ല ഡ്രസ്സ് ധരിക്കുന്നു, പെരുന്നാളിന് ആരും ദീപാലങ്കാരം ഉണ്ടാക്കില്ല, അതിനേക്കാൾ സ്നേഹത്തിനോടാണ്. ഇതുകൊണ്ടാണ് നബിദിനം എന്ന് പറയുന്നത് 2 പെരുന്നാളുകളേക്കാൾ മഹത്വരമാണ്. നബി ജനിച്ച രാവ് ലൈലത്തുൽ ഖദറിനേക്കാൾ. ഇതൊക്കെ പച്ച മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ എഴുതിച്ചതാണ്. ഇതിനെന്ത് തെളിവാണുള്ളത്? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നബി പഠിപ്പിക്കാത്ത, അള്ളാഹു കൽപ്പിച്ച ഖുർആനിനും നബിന്റെ സുന്നത്തിനും തീർത്തും ഘടകവിരുദ്ധമായ ബിദഅത്തിലേക്കും ശിർക്കിലേക്കും കുഫറിലേക്കും എത്തുന്ന ഒരു മുസ്ലിമിനോ ഒരു ബുദ്ധിയുള്ള മനുഷ്യനോ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ദീനിന്റെ പേരിൽ എഴുതി വെക്കുകയും അത് പാടിപ്പുകഴ്ത്തുകയും ചെയ്യുന്നു. ഇതിനെന്തിന്റെ പേരില? കൂലി കിട്ടാൻ. നബിയോടുള്ള സ്നേഹമാണ്. അപ്പോ നേരത്തെ പറഞ്ഞതുപോലെ, സ്നേഹമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ വത്തബിയൂനി, നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്ന് നബി പറഞ്ഞതാണ്. നബി പഠിപ്പിച്ചത് ചെയ്യുക, പഠിപ്പിക്കാത്തതിനെ ഒഴിവാക്കുക. അങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത്. അപ്പോഴേ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന കാര്യത്തിന് ഫലമുള്ളൂ. അല്ലെങ്കിൽ ആ ഷഹാദത്ത് ബാത്തിലായി. തൊള്ളോണ്ട് പറഞ്ഞ പണ്ട് ലാ ഇലാഹ നമ്മൾ പറഞ്ഞ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അതിനെ നമ്മൾ തന്നെ പൊളിക്കുന്നു. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നു, അതിനെ നമ്മൾ തന്നെ വിശ്വാസം കൊണ്ടും പ്രവർത്തനം കൊണ്ടും പൊളിക്കുന്നു. പിന്നെ അത്തരം ആളുകൾ എങ്ങനെ മുസ്ലിമാകും? നമ്മൾ ഉണ്ടാക്കി നമ്മൾ തന്നെ പൊളിച്ചു, വേറെ ആരും വന്ന് പൊളിക്കല്ലേ, നമ്മൾ തന്നെ പൊളിക്കാൻ വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും പൊളിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇത് അംഗീകരിച്ച മുസ്ലിമാണെന്ന് പറയാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നബിസ്നേഹത്തിന്റെ പേരിലുണ്ടാകുന്ന കൊടിയ ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും കുഫറിൽ നിന്നും രക്ഷപ്പെടുന്ന യഥാർത്ഥ പ്രവാചകന്റെ അനുയായികളും സുന്നത്തിന്റെ ആളുകളും നബിയെ അനുസരിക്കുന്നവരും നബിയിൽ വിശ്വസിച്ചവരും നബിയെ പിൻപറ്റുന്നവരും ആകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നിന്നെ അനുസരിക്കുകയും അതേപോലെ പ്രവാചകൻ അനുസരിക്കുകയും പിൻപറ്റുകയും ചെയ്യാനുള്ള ഇൽമും കഴിവും അറിവും ഞങ്ങൾക്കിനി പ്രദാനം ചെയ്യണം റഹ്മാനെ. തെറ്റായ വിശ്വാസങ്ങളിലേക്കും വിശ്വാസങ്ങളെ പൊളിച്ചു കളയുന്ന തെറ്റായ കാര്യങ്ങളിലേക്കും പോകാതെ അറിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശ്വസിക്കാനും പ്രവർത്തിക്കാനുമുള്ള ഇൽമ് എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആ കാര്യം ഞങ്ങൾ